ഹായ് ഫ്രണ്ട്സ്, കല്ലൂസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ കാപ്പിയാണ് ഇന്നത്തെ വീഡിയോ ഇട്ടിടുന്നത്. നമുക്കിന്ന് രാത്രി ചപ്പാത്തിയും മുട്ട റോസ്റ്റുമാണ്. മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മുട്ട റോസ്റ്റിന് വേണ്ടി നമ്മൾ 4 സവാള ചെറിയ രീതിക്ക് തന്നെ നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി 3 പച്ചമുളക് നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട്. 4 അല്ലി വെളുത്തുള്ളി കീറി വെച്ചിട്ടുണ്ട്. 1 കഷ്ണം ഇഞ്ചി ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലോട്ട് ഓയിൽ ചൂടായ ഉടനെ തന്നെ കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ 4 സവാളയായിരുന്നു എടുത്തത്, ചെറിയ രീതിക്ക് അരിഞ്ഞ്. അതിനുവേണ്ടി മീഡിയം സൈസിലുള്ള 3 തക്കാളി കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ രീതിക്ക് അരിഞ്ഞ് എടുക്കാം. സവാള അരിഞ്ഞതുപോലെ ചെറിയ രീതിക്ക് തന്നെ അരിഞ്ഞെടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലോട്ട് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്കിനി ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ രീതിക്കൊന്ന് പച്ചമണം മാറുമ്പോഴത്തേക്കും സവാള കൂടി ഇതിലോട്ടിട്ട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ല പോലെ തന്നെ നല്ല മൂത്ത് നല്ല മണം വരുന്നുണ്ട്. ഇതിലോട്ട് നമുക്കിനി സവാള ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറഞ്ഞാലും കുഴപ്പമില്ല, വേണമെങ്കിൽ നമുക്ക് രണ്ടാമത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മുടെ സവാള അങ്ങനെ നല്ല രീതിക്ക് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്കിനി 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിക്ക് ഇളക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറി വന്നപ്പോഴത്തേക്ക് നമ്മൾ ചെറിയ രീതിക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ തന്നെ ഇനി ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ആവിയിൽ വേവിച്ചെടുക്കാം. നല്ലപോലെ ഇതൊന്ന് ഇളക്കി എടുക്കുക. ഇതിൻ്റെ ചുറ്റിലും കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട്, ലേശം മതി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം. ഇനി 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തുറന്ന് നോക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് നോക്കാം. നല്ല കറക്റ്റ് പരുമായിട്ടുണ്ട്. ഇപ്പം നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. നമ്മളെ മുട്ട റോസ്റ്റ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. മുട്ട റോസ്റ്റിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ രീതിക്കൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ മുട്ട റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്.
ചപ്പാത്തിയുടെ കൂടെ കഴിക്കാവുന്നതാണ്. അടിപൊളി മുട്ട റോസ്റ്റാണ്. ആവശ്യത്തിന് ഉപ്പും എല്ലാം ചേർത്ത് നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി മുട്ട റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. അത് നമുക്ക് ചപ്പാത്തിയോട് ചേർത്ത് കഴിക്കാം. കേശു ഓടി വന്നിട്ടുണ്ട്. നേരത്തെ കഴിക്കാൻ വിളിച്ചപ്പം കേശു വന്നില്ല. അത് കാരണമാണ് ഞാൻ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു ആദ്യം. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.